ധ്രുവ് റാഠിയെയും സ്വാതി മലിവാളിനെയും കുറിച്ചാണ്. സ്വാതി മലിവാളിനെ നമുക്കറിയാം, AAPയുടെ MP ആണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA തന്നെ മർദ്ദിച്ചെന്നാരോപിച്ച് ഒരു പരാതി നൽകുകയും അതിനെ തുടർന്ന് വലിയ വിവാദങ്ങളും ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ ധ്രുവ് റാഠിയും ഒരു പ്രമുഖ യൂട്യൂബറാണ്. അദ്ദേഹം ഈ അന്ന് നടന്ന സംഭവത്തെക്കുറിച്ചൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. അത് വലിയ തോതിൽ പ്രചരിക്കുന്നു, ആളുകൾ കാണുന്നു, അതിൽ കമൻറ്റ് പറയുന്നു. സ്വാതി മലിവാൾ അതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. തന്നോടൊരു വാക്കുപോലും ധ്രുവ് ചോദിച്ചില്ല, ഏകപക്ഷീയമായി ധ്രുവ് ഒരു വീഡിയോ ചെയ്തു എന്നാണ് സ്വാതി മലിവാൾ ആരോപിക്കുന്നത്. അതുമാത്രമല്ല, ഈ വീഡിയോ പുറത്തിറങ്ങിയ ശേഷം തനിക്കെതിരെ ലൈംഗിക അധിക്ഷേപം, അതുപോലെ വളരെ മോശമായ രീതിയിൽ സമൂഹത്തിൽ നിന്ന് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു, വധഭീഷണി പോലും ഉണ്ടാകുന്നു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങൾ സ്വാതിയുടെ ഭാഗത്തു നിന്ന് വരുന്നു. അതിന് വീണ്ടും ധ്രുവ് റാഠി മറുപടി നൽകുകയാണ്. തന്നെ ഇല്ലാതാക്കാമെന്ന് കരുതണ്ട, ഒരു ധ്രുവ് റാഠിയെ ഇല്ലാതാക്കിയാൽ സത്യം വിളിച്ചു പറയാൻ 1000 ധ്രുവ് റാഠിമാർ എത്തുമെന്നായിരുന്നു ധ്രുവിൻ്റെ ഏറ്റവും ഒടുവിലുള്ള മറുപടി. ഈ സ്വാതിയുടെ ആരോപണങ്ങൾ, ധ്രുവിൻ്റെ വീഡിയോ, ഇതിനൊക്കെ എങ്ങനെ കാണണം? അല്ല, ഒരു സ്ത്രീ തന്നെ ഒരു പുരുഷനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ അതിൽ സ്വാഭാവികമായിട്ട് സമൂഹം അവരോടൊപ്പം നിൽക്കും. എന്നെ കയ്യേറ്റം ചെയ്തു, എന്നെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും സമൂഹം അവരോടൊപ്പം നിൽക്കും, സമൂഹ മനസാക്ഷി അവരോടൊപ്പം ആയിരിക്കും. ഇവിടെ വളരെ പെട്ടെന്ന്, അതായത് നമ്മുടെ രാജ്യത്ത് ഒരുപാട് സ്ത്രീകൾ നീതിക്ക് വേണ്ടി സമരം ചെയ്തിട്ടുണ്ട് തെരുവിൽ, ഗുസ്തി താരങ്ങൾ ഉൾപ്പെടെ. അപ്പോഴൊന്നും പ്രതികരിക്കാത്ത ഡൽഹി പോലീസ്, അതായത് തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു, അവർക്കെതിരെ നടപടി വേണം എന്ന് പറഞ്ഞ് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ സമരം ചെയ്ത ഗുസ്തി താരങ്ങളുടെ സമരത്തോട് മുഖം തിരിച്ചു നിന്ന ഒരു FIR രജിസ്റ്റർ ചെയ്യാൻ മാസങ്ങൾ വേണ്ടി വന്ന ഡൽഹി പോലീസ് ഇതിൽ ഇങ്ങനെ ആരോപണം ഉയർന്നപ്പോൾ തന്നെ FIR ഇടുകയും അയാളെ അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അത് നടന്ന സംഭവമാണ്. അപ്പോൾ ഒന്ന്, അവരുടെ MP ആണ്, അവരുടെ ആ പ്രിവിലേജ് ഉണ്ടാവും. അവർ മുമ്പ് ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്നു, അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണെന്നുള്ള ഇതുണ്ടാവും. പക്ഷേ എന്തുകൊണ്ട് വളരെ സ്വിഫ്റ്റായിട്ട്, അതായത് അരവിന്ദ് കെജ്രിവാളിനെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പിടിച്ചകത്തിട്ട അതേ സംവിധാനങ്ങൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ തന്നെ പാർട്ടിയിലെ ഒരു വനിതാ നേതാവ് ഇങ്ങനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ വളരെ സ്വിഫ്റ്റായിട്ട് എടുക്കുന്നു ചോദിച്ചാൽ സമകാലീന ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവും. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ധ്രുവ് റാഠി എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, ഈ സംഭവം, അതായത് ഈ പറയുന്ന എന്താളുടെ പേര്, വിഭവ് കുമാർ എന്നാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ PA, ഈ സ്ത്രീയോട് മോശമായി പെരുമാറിയോ ഇല്ലയെന്ന് ഫാക്ട് ചെക്ക് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ആ വീഡിയോ വെച്ചിട്ട് സ്വാതി മലിവാൾ ഒരു സെറ്റിലിരിക്കുന്നു, ഇയാൾ നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ ഈ വിഭവ് കുമാറിനോട് കയർത്ത് സംസാരിക്കുന്ന സ്വാതി മലിവാളാണ് ഈ വീഡിയോയിൽ എന്നാണ് ധ്രുവ് റാഠി പറയുന്നത്. അപ്പോൾ ധ്രുവ് റാഠി പറയാൻ പല കാരണങ്ങളുണ്ട്. ഒന്ന്, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന സമയത്ത് സ്വാതി മലിവാൾ അമേരിക്കയിലായിരുന്നു എന്ന് മാത്രമല്ല, അവരുടെ മുഴുവൻ സംവിധാനങ്ങൾ, അവരുടെ പ്രവർത്തകർ, നേതാക്കൾ മുഴുവൻ സമരരംഗത്തിറങ്ങുകയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോൾ സ്വാതി മലിവാൾ എന്ന് പറയുന്ന ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ MP ഒരു ട്വീറ്റ് പോലും ചെയ്തിട്ടില്ല. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ട്വീറ്റ് പോലും ചെയ്തിട്ടില്ല എന്ന് ധ്രുവ് റാഠി പറയുന്നു. ഇതെന്തുകൊണ്ട് എന്ന ചോദ്യം ഉന്നയിക്കുന്നത് സ്വാഭാവികമാണല്ലോ. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല? അപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം, ഈ സംഭവം നടന്നതിന് ശേഷം, ഇപ്പോൾ ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന ഈ നമ്മുടെ ചാനലുകളും മാധ്യമങ്ങളും എല്ലാം ഇവരെ ധാരാളമായി സംസാരിക്കാൻ അനുവദിക്കുകയാണ്, ഇവരുടെ വേർഷൻ എന്താണെന്ന് കീപ്പ്. അപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാൽ, എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളെ കണ്ടില്ല, സമരരംഗത്ത് കണ്ടില്ല. അവർ പറയുന്നത്, ഞാൻ അമേരിക്കയിലായിരുന്നു, എൻ്റെ സഹോദരിക്ക് കോവിഡായിരുന്നു, അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എനിക്ക് ക്വാറന്റൈനിൽ പോകേണ്ട വന്നു, അതുകൊണ്ടാണ് ഞാൻ സമരരംഗത്ത് ഇറങ്ങാത്തതെന്നാണ് പറയുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു ക്വാറന്റൈൻ സംവിധാനം ഉണ്ടോ എനിക്കറിയില്ല. അപ്പോൾ നിലവിൽ കോവിഡുള്ള രാജ്യങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുന്നവർ ഇന്ത്യയിൽ ആരെങ്കിലും ക്വാറന്റൈനിൽ താമസിക്കും. അപ്പോൾ അവർ പറയുന്നത് കള്ളമാണ്. ആ പറയുന്നത് കള്ളാണെന്ന് ആൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കാര്യം ചൂണ്ടിക്കാട്ടിയാണ് ധ്രുവ് റാഠി ചെയ്തത്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സമയത്ത് അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങി ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ക്യാമ്പയിൻ പ്രധാനമാവുന്നത്? അരവിന്ദ് കെജ്രിവാൾ ജാമ്യത്തിലിറങ്ങിയതിന് ശേഷം വന്ന് പുറത്തേക്ക് പറഞ്ഞ ചില കാര്യങ്ങൾ അത് BJPയുടെ എക്കോസിസ്റ്റത്തെ മുഴുവൻ ഡിസ്റപ്റ്റ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? ഒന്ന്, RSS BJPയോടും മോദിയോടൊപ്പം ഇല്ല. 2, യോഗി ആദിത്യനാഥിനെ, ഇനി മോദി അധികാരത്തിൽ വന്നാൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. മോദി വിരമിക്കും, 75-ാം വയസ്സിൽ മോദി വിരമിക്കും. ഇത് വല്ലാതെ അവരുടെ എക്കോസിസ്റ്റത്തെ ഡിസ്റപ്റ്റ് ചെയ്തു. അവർക്ക് അതിന് മറുപടി പറയേണ്ടി വന്നു. അമിത്ഷായ്ക്ക് 75-ാം വയസ്സിൽ മോദി വിരമിക്കില്ല എന്ന് മറുപടി പറയേണ്ടി വന്നു. അതായത് 75 വയസ്സ് എന്നൊരു സിസ്റ്റം ഉണ്ടാക്കി അൽകെ അഡ്വാണിയെയും മുരളി മനോഹർ ജോഷിയെയും പോലുള്ളവരെ മാർഗദർശക് മണ്ഡലിലിരുത്തി BJPക്ക് തന്നെ വന്ന് പറയണം മോദി വിരമിക്കില്ല എന്ന് പറയേണ്ടി വരികയാണ്. അപ്പോൾ അത് എത്രമാത്രം അവർക്ക് ഡിസ്റപ്റ്റ് ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ BJPക്കും മോദിക്കും ഡിസ്റപ്റ്റ് ഉണ്ടാക്കുന്ന ഒരാളാണ് ധ്രുവ് റാഠി എന്ന് BJPക്ക് നന്നായി അറിയാം, ഈ പറയുന്ന സ്വാതി മലിവാളിനറിയാം. അതുകൊണ്ടാണല്ലോ സ്വാതി മലിവാൾ ഇതിലേക്ക് ധ്രുവ് റാഠിയെ വലിച്ചഴക്കുകയാണ്. എന്ത്,
ധ്രുവ് റാട്ടി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തുകൂടി എനിക്ക് ഡെത്ത് ത്രെറ്റ് വരുന്നു, എനിക്ക് റേപ്പ് ത്രെറ്റ് വരുന്നു എന്ന് പറയാണ്. ഇതിനു മുമ്പ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതേ ആരോപണം ഉണ്ടായത് മുഹമ്മദ് സുബൈറിനെതിരെ നൂപുർ ശർമ്മയാണ്. മുഹമ്മദ് സുബൈർ എന്നാണ് ചെയ്തത്? സുബൈർ ചെയ്തത് ഒരു ചാനൽ ഡിസ്കഷനിൽ ഇരുന്നുകൊണ്ട് നൂപുർ ശർമ്മ പറഞ്ഞ ഈ കാര്യം ഇത് ഹേറ്റ് സ്പീച്ചാണ്, ഇത് സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, ഇവർക്കെതിരെ കേസെടുക്കണം എന്ന് ഫ്ലാഗ് ചെയ്യുകയാണ് ചെയ്തത്. അതിനുശേഷം എന്താണ് സുബൈറിൻ്റെ ഈ ഫ്ലാഗിങ് കൊണ്ട് എനിക്കെതിരെ ഡെത്ത് ത്രെറ്റ്, വധഭീഷണി വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്ത് വരുവാണ് ചെയ്തത്, അവർ പോലീസിനെ സമീപിക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, എങ്ങനെ സുബൈറിനെ BJP എക്കോ സിസ്റ്റം, BJP IT സെൽ ഭയക്കുന്നു, അത്രമാത്രം അതിലധികം ധ്രുവ് റാട്ടിയെ ഭയക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് രാജ്യത്ത് ഹെയ്റ്റ് സോഷ്യൽ മീഡിയ വഴി, വാട്സപ്പ് വഴി പ്രചരിക്കുന്നതെന്ന് ആൾക്കറിയാം. അപ്പോൾ ഈ ഹെയ്റ്റ് ഇങ്ങനെ നിരന്തരം കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ച് അതിനൊരു പരിധിയുണ്ട്. ഏത് വിഷമാണെങ്കിലും, മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും വിഷമാണെങ്കിലും നമ്മുടെ ശരീരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒമിറ്റ് ചെയ്ത് അത് നമ്മുടെ ശരീരം അതിനെ റിജക്റ്റ് ചെയ്യും. അങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന ഒരു പരുവത്തിൽ ഇന്ത്യൻ സൊസൈറ്റി എത്തിയിരിക്കുകയാണ്. അവരെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? ഡീടോക്സ് ചെയ്യണം. ആ ഡീടോക്സ് മരുന്നാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്? ധ്രുവ് റാട്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ധ്രുവ് റാട്ടിയുടെ ഡിക്റ്റേറ്റർ എന്ന ആ വീഡിയോയ്ക്ക് എത്രയാണ് 15 മില്യൺ 1.5 കോടി മനുഷ്യർ കണ്ടു. ഈ ഇന്ത്യയിൽ ആരെങ്കിലും ഉണ്ടാക്കിയ ഏതെങ്കിലും കണ്ടന്റ് ഏറ്റവും കൂടുതൽ പേര് കണ്ടിട്ടുള്ളത് ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് പല രൂപത്തിൽ വാട്സപ്പിലും മറ്റിടത്തും പ്രചരിച്ചുകൊണ്ടിരിക്കുക. എന്ന് മാത്രമല്ല കൊച്ചു കുട്ടികൾ പോലും, ഞാൻ ഇന്നലെ ഒരു 12 വയസ്സായ കുട്ടി ഒരു മീഡിയയോട് പറയുന്നത് കേട്ടു, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഞങ്ങൾ വീട്ടിലിപ്പോൾ സിനിമയല്ല കാണുന്നത്, ഞങ്ങളിപ്പോൾ വീട്ടിൽ മറ്റൊന്നും വീഡിയോസ് കാണുന്നില്ല, ധ്രുവ് റാട്ടിയുടെ വീഡിയോസാണ് കാണുന്നത്. ഒരു കൊച്ചുകുട്ടി എന്ന് പറയുകയാണ്. അപ്പോൾ അത് യങ്സ്റ്റേഴ്സിന് മാത്രം. മുമ്പ് ധ്രുവ് റാട്ടിയുടെ വീഡിയോ കാണുന്നത് ആരാണ്? യങ്സ്റ്റേഴ്സാണ്. ഇപ്പം അങ്ങനെയല്ല, എല്ലാ ഏജ് ഗ്രൂപ്പിലും പെട്ടവർ അത് കാണുന്നു എന്നുള്ളതാണ്. മുതിർന്ന ആളുകളും കാണുന്നു, ചെറിയ കുട്ടികൾ കാണുന്നു. മറ്റൊരു കാര്യം, നമ്മൾ എന്തുകൊണ്ടാണ് ധ്രുവ് റാട്ടിയുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ ഒരു സ്പൈക്ക് ഉണ്ടാകുന്നത്? ഇത്രയധികം ആൾ കാണുന്നത് എന്തുകൊണ്ടാണ്? അത് ധ്രുവ് റാട്ടി ഇതിനു മുമ്പ് 10 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിലുണ്ട്, അതൊന്നുമില്ല, അതിപ്പോൾ സ്പൈക്ക് വരുന്നത് എന്താണ്? അത് നമ്മൾ ശ്രദ്ധിക്കണം. ആളുകൾ എന്താണോ കാണാൻ ആഗ്രഹിക്കുന്നത് അതാണ് കാണുന്നത്. ആളുകൾ ഈ ഡീടോക്സ് ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ. ആളുകൾ ഈ ടോക്സിസിറ്റിയുടെ അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി ആളുകൾ ഡീടോക്സ് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഇത് കാണുന്നത്. ആ ഷിഫ്റ്റ് വരുന്നത് അതുകൊണ്ടാണ്. അത് രാജ്യത്തിൻ്റെ മനസാക്ഷിയിൽ ഉണ്ടാകുന്നൊരു മാറ്റമാണ്. ഈ മാറ്റത്തിന് ഒരേ സമയം തന്നെ ധ്രുവ് റാട്ടി ഈ മനസാക്ഷിയെ മാറ്റുന്നതോടൊപ്പം തന്നെ ഈ മാറിയ മനസാക്ഷി ധ്രുവ് റാട്ടിയെ കൺസ്യൂം ചെയ്യുന്നതോടെ മനസ്സിലാക്കണം. അപ്പോൾ ധ്രുവ് റാട്ടിയെ പോലുള്ള യൂട്യൂബേഴ്സ്, ധ്രുവ് റാട്ടി മാത്രമല്ല, അങ്ങനെ കുറേ അധികം ആളുകളുണ്ട്, അവർ രാജ്യത്ത് വേറൊരു തരത്തിലുള്ള റെവല്യൂഷൻ, വേറൊരു തരത്തിലുള്ള മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഈ എക്കോ സിസ്റ്റം ഭയക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇത് മനസ്സിലാക്കേണ്ടത്. ഈ സ്വാതി മലിവാൾ പറഞ്ഞത് ധ്രുവ് റാട്ടി AAP ഏജന്റിനെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്. അല്ല, അവർക്ക് ആ ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. കാരണം അവർ ഉന്നയിച്ച മുഴുവൻ വാദത്തെയും ഗോദി മീഡിയ അവരോടൊപ്പം നിന്നുണ്ടാക്കിയെടുത്ത മൊത്തം അറ്റ്മോസ്ഫിയറിനെയും ഒറ്റ 2 മിനിറ്റ് ട്വിറ്റർ വീഡിയോ കൊണ്ട് അയാൾ അട്ടിമറിച്ച് കളഞ്ഞു. അത്രയും റീച്ചാണ് അതിനുള്ളത്. അയാൾ ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം എവിഡൻസ് ഉണ്ട്. 1-2 വീഡിയോ ക്ലിപ്പുകൾ വെച്ച് പത്രങ്ങളിൽ വന്നിട്ടുള്ള ആളുകളുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ കോഡ്സ് എല്ലാം വെച്ചുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണുന്ന ആർക്കും ഡൈജസ്റ്റിംഗ് ആയിട്ടുള്ള, ദഹിക്കുന്ന, യുക്തിസഹമായ വീഡിയോ ആണ് 2 മിനിറ്റ് കൊണ്ട് അയാൾ ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമാണ് അതുണ്ടാക്കുന്ന ഡാമേജ് അവർക്ക് മനസ്സിലായി. നേരത്തെ അജിംസ് പറഞ്ഞ സ്വാതി മാലിവാളിനെ പോലെ ഒരു യുവതി ഇറങ്ങി വന്ന് അവർക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായി എന്ന് പറഞ്ഞാൽ കേസെടുക്കണം, അവരുടെ കൂടെ സിസ്റ്റർ അവരുടെ കൂടെ നിൽക്കണം, നമ്മളും അവരുടെ കൂടെ നിൽക്കണം. പക്ഷെ നോക്കൂ, ഇത് സ്വാതി മാലിവാൾ AAPയുടെ ഒരു നേതാവും MP-യുമാണ്. AAP മുന്നോട്ട് വെക്കുന്നത് BJP വിരുദ്ധ രാഷ്ട്രീയമാണ്. ആ AAP അതിനിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ്. നരേന്ദ്രമോദിയെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പദവിയിൽ നിന്നും BJP അധികാരത്തിൽ നിന്നും മാറ്റണമെന്ന് ആം ആദ്മി പാർട്ടി എല്ലായിടത്തും പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയും കെജ്രിവാൾ അതിനുവേണ്ടി പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പാർട്ടിയുടെ ഭാഗമായ സ്വാതി മലിവാൾ ഈ നിർണായകമായ പൊളിറ്റിക്കൽ കോസിന് വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനു മുമ്പ് എന്ത് ചെയ്യുന്നു? അവരൊന്നും ചെയ്യുന്നില്ല. അവരെ സംബന്ധിച്ച് ഈ പോരാട്ടം ഒട്ടും സീരിയസ് ആയിട്ട് അവർക്ക് തോന്നുന്നില്ല. BJP മാറണമെന്നോ മോദി ഒരു ഈ രാജ്യത്തിൻ്റെ മോശം പ്രധാനമന്ത്രിയാണോ എന്നുള്ള അഭിപ്രായം അവരെവിടെയും പങ്കുവെക്കുന്നില്ല. അതുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ 3 പ്രധാനപ്പെട്ട നേതാക്കൾ ജയിലിൽ പോയപ്പോഴും അവർ സമരരംഗത്തും ഉണ്ടായില്ല, അവരൊരു സ്റ്റേറ്റ്മെൻറ്റുമായി രംഗത്തുണ്ടായില്ല. അവസാനം ആം ആദ്മി പാർട്ടിയുടെ ചീഫും മുഖ്യമന്ത്രിയുമായ അകത്ത് പോകുമ്പോൾ പോലും അവർക്ക് ഒരു നിലയ്ക്കും പ്രതികരിക്കണമെന്ന് തോന്നാത്തത് അവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സംഗതി ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയ സമീപനത്തിന് മാറ്റം വന്നിട്ടുണ്ട് എന്നാണ് കാണേണ്ട കാര്യം. ധ്രുവ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്ന സംഗതിയും അതുതന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ പക്ഷത്താണ്, BJP വിരുദ്ധ ചേരിയിലാണ്, എന്നെ ആരും പുറകിൽ നയിക്കുന്നില്ല. ഞാൻ പക്ഷേ ഇപ്പോഴത്തെ ഒരു ഇൻസിഡൻറ്റ് ചൂണ്ടിക്കാണിക്കുകയാണെന്ന് അവർ പറയുന്നതിൽ വ്യാജമായ കാര്യങ്ങളുണ്ട്. കാരണം എന്താണ്? ശരിയായ ഒരു രാഷ്ട്രീയ ജീവിക്ക് ഇപ്പോഴത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നേതാവിന് ഒരു നിലപാടെടുക്കാതെ പോകാൻ കഴിയില്ല. സ്വാതിക്ക് അത്തരമൊരു നിലപാടുമില്ല, അവരത് പറയാൻ ശ്രമിക്കുന്നുമില്ല എന്നത് പ്രത്യേകം കാണേണ്ട കാര്യമാണ്. മറ്റൊന്ന്,
അവർ എന്താണ് അവരുടെ MP സ്ഥാനം, അതായത് ഈ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടും ഒപ്പം അവർക്കെതിരെ പല പരാതികൾ കൊണ്ടും അവരെ ഇനി MP സ്ഥാനത്ത് അവർ തുടരേണ്ടതില്ല, ഇനി അവർക്കത് റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല, പാർട്ടിയിലും ഈ ഇത്രയും പ്രഥമഗണനീയായിട്ട് അവർ നിൽക്കേണ്ടതില്ല എന്നൊരു ആലോചന പാർട്ടിയുടെ തലപ്പത്ത് വരികയും അത് മനസ്സിലാക്കി അവർ കൺവിൻസ് ചെയ്യാനോ അല്ലെങ്കിൽ തിരുത്താനോ സംസാരിക്കാനോ ആയിട്ട് മുഖ്യമന്ത്രിയെ കാണാൻ പോവുകയാണ് അതിന് ജാമ്യം കിട്ടിയപ്പോൾ. സ്വാതി തൻ്റെയും തൻ്റെ പാർട്ടിയുടെയും പോരാട്ടത്തിൽ ഒരിടത്തും ഇല്ലാതെ ഒളിച്ചു കളിക്കുകയാണെന്ന് മനസ്സിലായ കെജ്രിവാൾ നിങ്ങൾക്ക് അപ്പോയിൻമെൻ്റ് ഇല്ല എന്ന് പറയുന്നു. അവരെന്ത് അതിനുവേണ്ടി വഴക്കുണ്ടാക്കുന്നു, കണ്ടേ പോകുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു. സംഭവിച്ച് കാണാൻ സാധ്യതയുള്ളത് ഈ വീഡിയോയും മറ്റ് വിവരങ്ങളും ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. വഴക്കുണ്ടാക്കുന്നു, ആ വഴക്ക് ബഹളമാകുന്നു, പിണങ്ങി ഇറങ്ങിപ്പോരുന്നു, അത് അവർ ഇഷ്യൂ ആക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ കാര്യത്തിൽ കേസെടുക്കാത്ത, അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടേയിരിക്കുന്ന, പ്രജ്വൽ രേവണ്ണയെ സഹായിക്കുന്ന സിസ്റ്റം, അതേ സിസ്റ്റം ഓടി വന്ന് ഇവർക്ക് അനുഭാവം പ്രഖ്യാപിക്കുകയും കേസെടുക്കുകയും ഈ വിഭവ് കുമാർ അദ്ദേഹത്തെ കസ്റ്റഡിയിലേക്ക് അയക്കുകയും ചെയ്യാണ്. അപ്പോൾ അത് മൊത്തത്തിൽ ഈ ടോട്ടൽ എപ്പിസോഡ് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ബെനിഫിഷ്യറി ആരാണ്? ഇതിൻ്റെ ബെനിഫിഷ്യറി BJP ആണ്. അപ്പോൾ സ്വാതി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുടെയും ബെനിഫിഷ്യറി BJP ആണ്. അതുകൊണ്ടാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏതൊക്കെ കുറുക്കു വഴികളിലൂടെയാണ് നേട്ടം ഉണ്ടാക്കുന്നത്, ആ കുറുക്കു വഴികളെ കരുതിയിരിക്കണം എന്ന് പറയാൻ ശ്രമിക്കുന്ന ആളാണ് ധ്രുവ് ഇത് മനസ്സിലാക്കി. ഇതൊരു സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ്. കാരണം ഡൽഹി ഒരു പ്രധാന പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. BJPയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രയത്നം അവിടെ ഇന്ത്യ സഖ്യം നടത്തുന്നു. ആം ആദ്മി പാർട്ടി അതിനകത്തൊരു മുഖ്യ കക്ഷിയായിട്ട് പ്ലെയറായിട്ട് അവിടെ ഉണ്ട്. അത് അയാൾക്ക് എടുക്കണം തോന്നുന്ന വിഷയം അയാളത് പഠിക്കുന്നു. ഓരോ വിഷയത്തിലും ഡീറ്റെയിൽഡ് സ്റ്റഡിയും റിസർച്ചും നടത്താൻ അയാൾക്ക് ടീമുണ്ട്. അവർ പഠിച്ചതിന് ശേഷം ബോധ്യപ്പെട്ട ശേഷമാണ് വീഡിയോകൾ ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള സബ്ജക്റ്റുകൾ അവരുടെ മുമ്പിലേക്ക് ആളുകൾ നിർദ്ദേശങ്ങളായിട്ട് വെക്കാറുണ്ട്, അല്ലാതെയും വരാറുണ്ട്. ഓരോന്നിനും വെയിറ്റേജ് കൊടുക്കുന്നു, ഓരോന്നിനും മാർക്ക് കൊടുത്ത് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വീഡിയോ ആണ് അവർ ചെയ്യുക. അതിനവർ റിസർച്ച് ചെയ്യും. എല്ലാം ധ്രുവ് റാട്ടി തന്നെ ചെയ്യുന്നതല്ല. അപ്പോൾ അവർ അത് നോക്കി അതിനകത്ത് നമുക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ അതിനകത്ത് കേവലമായ ആരോപണങ്ങളോ അധിക്ഷേപങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ടാണ് അയാൾ പറയുന്നത് വേട്ടക്കാർ തന്നെ ഇരകളായി നടിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിനകത്ത് സത്യത്തിൽ അയാളുടെ വരവ് ഭയങ്കരമായി ഗുണം ചെയ്തു. കാരണം എന്താ പറയുക, മോദി പക്ഷ മാധ്യമങ്ങൾ ഒരു വൺ സൈഡായിട്ടുള്ള റിപ്പോർട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനെ മൊത്തം പിടിച്ചുലയ്ക്കാൻ കഴിയും വിധത്തിലാണ് ധ്രുവിൻ്റെ ഇടപെടൽ. അതുണ്ടാക്കിയ ഡിസ്റ്റർബൻസിൽ നിന്നാണ്, അസ്വസ്ഥതയിൽ നിന്നാണ് സ്വാതി ഇപ്പോൾ ഈ ബഹളം വെക്കുന്നതാണ് തോന്നുന്നത്. അതിനപ്പുറത്തേക്കുള്ള ഗൗരവം നമുക്ക് രസത്തിൽ കാണാൻ പറ്റുന്നില്ല. തീർച്ചയായും ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞാൽ അതിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷേ അതിൽ വസ്തുത എത്രമാത്രം ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ വസ്തുത എന്താണ് എന്ന തെളിവ് നിരത്തി ധ്രുവിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്.